എല്ലാവർക്കും നമസ്കാരം. കോട്ടയത്ത് മരണപ്പെട്ടു പോയ ഷൈനിയും 2 മക്കളും, ആ കേസ് എല്ലാവർക്കും അറിയാം. ആ കേസിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. വേറൊന്നുമല്ല, സ്വന്തം അപ്പന്റെ അടുത്ത് നിന്ന് പോലും ഒരു സ്നേഹം കിട്ടിയിട്ടില്ല ഷൈനിക്കും ഷൈനിയുടെ മക്കൾക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവസാനമായി 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഷൈനി മരണത്തിലേക്ക് പോകുന്ന ആ CCTV ദൃശ്യം നിങ്ങൾ ഈ കാണുന്ന വീഡിയോ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട സമയത്ത് ഞാൻ ആലോചിക്കുകയായിരുന്നു, ആ മക്കൾക്ക് ഇത് അറിയാമോ? തങ്ങൾ മരണത്തിലേക്കാണ് പോകുന്നത് എന്ന് ആ കുരുന്നുകൾക്ക് അറിയാമായിരുന്നു. ഒരുപക്ഷെ അറിയണമെന്നില്ല. പക്ഷെ റെയിൽവേ പാളത്തിൽ എത്തിയതിനു ശേഷം ആ മക്കൾക്ക് അറിയാമായിരിക്കും ഇനി ഞങ്ങൾ ലോകത്ത് ഇല്ല എന്ന്. അതിന് കാരണക്കാരായ വ്യക്തികൾ ഓരോരുത്തരും അഴി എണ്ണണം, നിയമപരമായ നടപടി നേരിടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ട് തന്റെ ഭർത്താവായ നോബിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ടുണ്ട്. ഈ റിമാൻഡിലാക്കിയിട്ടൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 10-14 ദിവസം കഴിയുമ്പോൾ അവിടെ നിന്നും പറഞ്ഞു വിട്ട് പിന്നെ അവന്മാര് ജാമ്യവും കാര്യങ്ങളൊക്കെ എടുത്ത് നൈസായിട്ട് ഊരി അതങ്ങ് കേസിന്റെ വഴിക്ക് പോകും. അവന്മാര് നൈസായിട്ട് അവന്മാരെ കാര്യം നോക്കും. ഇവിടെ നഷ്ടമാർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷൈനിക്കും ഷൈനിയുടെ 2 മക്കൾക്കും മാത്രം. ഒരിക്കലും ഷൈനിയുടെ അപ്പനും അമ്മയ്ക്കും പോലും ആ നഷ്ടമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. സ്വന്തം മകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ പോയിട്ട് അവിടെ വഴക്കുണ്ടാക്കി, അവിടെ നിന്ന് പ്രശ്നങ്ങളുണ്ടാക്കി, ആ സ്ഥാപനത്തിനെതിരെ കേസ് കൊടുത്ത് അവസാനം ഷൈനിയുടെ ജോലി ഉൾപ്പെടെ തെറിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ എത്രത്തോളം ഒരു വൃത്തികെട്ട മൈൻഡാണ് ഷൈനിയുടെ അപ്പൻ്റെതായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഇന്നലെ തന്നെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ്, അങ്ങേര് ചിരിച്ചിരിക്കുകയാണ്. സ്വന്തം മകളെ നഷ്ടപ്പെട്ട ഒരു തുള്ളി കണ്ണുനീരോ അല്ലെങ്കിൽ ഒരു തുള്ളി വേദന പോലും അങ്ങേർക്കില്ല. നമ്മൾ ജനങ്ങൾക്കുള്ള ഒരു വിഷമം പോലും ഈ ഒരു വിഷയം സംസാരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഒരു വിഷമം, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ള ഒരു വിഷമം പോലും അങ്ങേർക്കൊക്കെ ഇല്ലെന്ന് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പുച്ഛമാണ് കേട്ടോ. എന്തിനാണ് ഇങ്ങനെ മക്കളെ ഉണ്ടാക്കി ഇട്ടിട്ട് ആ മക്കൾക്കൊരു ആപത്ത് വരുന്ന സമയത്ത് കൂടെ നിന്ന് കൈതാങ്ങാൻ മാതാപിതാക്കൾക്ക് സാധിച്ചില്ലെങ്കിൽ, അതിനുള്ള കഴിവുണ്ടായിട്ട് സാധിച്ചില്ലെങ്കിൽ അതത്ര ഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് മീഡിയക്കാരൊക്കെ വന്നപ്പോ ഞാൻ മീഡിയയിൽ വന്നു, ഇനി ഞാൻ ന്യൂസിൽ പറക്കും, എന്റെ മുഖം 10 ആള് കാണും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഒരു അപ്പനെയാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്നിട്ട് സ്വന്തം മകളുടെ മരണത്തിന് കാരണക്കാരായവന്മാർക്കെതിരെ നിയമ നടപടിയുമായിട്ട് പോകാനുള്ള ഒരു മൂഡ് അങ്ങേർക്കില്ല. ആ ഒരു സാധനമൊക്കെയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. റോസ മേസ്റ്റിക് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് അവസാനമായിട്ട് ഷൈനി ജോലി ചെയ്തിരുന്നത്. ഈ കെയർ ടേക്കിംഗ് അങ്ങനത്തെ ഒരു സംഭവമുള്ള നഴ്സിംഗ് പഠിച്ചതുകൊണ്ട് തന്നെ അവിടെ ജോലി കൊടുത്തു. അതും ഷൈനിയെ അടുത്തറിയാന്നുള്ള ആൾക്കാരായതുകൊണ്ടും ഷൈനിയുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ടുമാണ് അവർ ജോലി കൊടുത്തിട്ടുള്ളത്. ആ സ്ഥാപനത്തിനെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോയി ആ സ്ഥാപനം പൂട്ടിക്കാൻ നോക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷൈനിയുടെ അച്ഛൻ. സ്വന്തം മകൾ ജോലി ചെയ്ത സ്ഥാപനം. ഒരു പക്ഷേ സ്വന്തം മകൾ അടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയതിന്റെ ഈഗോ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കടികളാവാം അങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ സ്ഥാപനത്തിലെ ഓണർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. സത്യം പറഞ്ഞ ഷൈനിക്ക് തുറന്ന് സംസാരിക്കാൻ, തന്റെ വിഷമങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാൻ ജീവിതത്തിൽ ഒരു കൂട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് പോലും ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് ഷൈനി പോകത്തില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും അത് നമ്മൾ ഉള്ളിൽ ഒതുക്കാതെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ അടുത്ത് പറയുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടിയേക്കാം. ഒരു പക്ഷേ നമുക്കൊരു ആശ്വാസം കിട്ടിയേക്കാം. തോളിൽ തട്ടിരണ്ട പോട്ടറ എല്ലാം ശരിയാവും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടിയേക്കാം. അതുകൊണ്ട് നമ്മുടെ തീരാത്ത വിഷമമുണ്ട് നമ്മൾ ഇങ്ങനെ ഒരു കടുങ്കയിലേക്ക് ചിന്തിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ ശ്രമിക്കുക. അങ്ങനെ ഏറ്റവും വേണ്ടപ്പെട്ട ആരും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരു കൗൺസിലിങ്ങിനോ കാര്യങ്ങൾക്കൊക്കെ പോകുക. അവിടെ പോയി നമ്മുടെ വിഷമങ്ങൾ തുറന്നു പറയുക. ഒരുപക്ഷെ നമുക്കൊരു ഓപ്ഷൻ കിട്ടിയേക്കാം. ഒരുപാട് പേര് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ കൗൺസിലിങ്ങിന്റെ കേസ് പറഞ്ഞ സമയത്ത് പോകാനുള്ള പൈസ ഇല്ലാത്ത ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായി. മേ ബി നമ്മൾ ഇങ്ങനെ സ്വയം ജീവൻ ഒടുക്കാൻ നിൽക്കുന്നവർ എങ്ങനെയെങ്കിലും ഒരു കൗൺസിലിങ്ങിന് പോകുന്നത് അത്യാവശ്യം നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ സാധിക്കുകയാണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷൻ ആണ്. ഇനി നമുക്ക് നേരെ ആ ഒരു സ്ഥാപനത്തിലോട്ട് വരാം. ആ സ്ഥാപനത്തിലെ ഉടമയായിട്ടുള്ള വ്യക്തി ഷൈനി അവിടെ ജോലി ചെയ്തതിനെ കുറിച്ചിട്ടും ഈ ഷൈനിയുടെ അപ്പം വന്നിട്ട് ബഹളം ഉണ്ടാക്കിയതിനെ കുറിച്ചിട്ടും ഒക്കെ പറയുന്നുണ്ട്. കേട്ടു നോക്കാം. ഷൈനി 4 മാസമാണ് ഇവിടെ ജോലി ചെയ്തത്. ഇവിടെ ഷൈനി ഭർത്തൃ വീട്ടിൽ നിന്ന് വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പം ഞങ്ങൾ ഷൈനിയുടെ അവസ്ഥ കണ്ട് ഇവിടെ ഒരു പ്ലേസ് ഇല്ലാഞ്ഞിട്ട് പോലും ഞങ്ങൾ ഷൈനിക്ക് ജോലി കൊടുക്കുകയാണ് ചെയ്തത്. വീടിന് ഒരു മതിലാണ് അപ്പുറം. അപ്പം അതിനിപ്പുറത്ത് ഞങ്ങൾ ഷൈനിയുടെ അവസ്ഥ ഷൈനി ഞങ്ങളോട് പറയുകയും ഞങ്ങൾ ജോലി കൊടുക്കുകയാണ് ചെയ്തത്. വന്നപ്പോൾ എങ്ങനെയായിരുന്നു? വന്നപ്പം വളരെ ഗ്ലൂമി ആയിരുന്നു. പക്ഷേ 1 മാസം കൊണ്ട് എല്ലാം ഒത്തിരി ബെറ്ററായി. ഷൈനി സംസാരിക്കുകയും തമാശകൾ പറയുകയും തമാശ പറഞ്ഞാൽ ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. എന്തൊക്കെ ജോലിയായിരുന്നു ഇവിടെ? ഇവിടെ നേഴ്സായിരുന്നു. ഇവിടെ ഇത് ഒരു നേഴ്സിംഗ് കെയർ ഹോമാണ്.
40 പേരോളം ഇവിടെ താമസിക്കുന്നുണ്ട്. 43 സ്റ്റാഫുണ്ട് ഇതിൽ. അതിൽ 18 നേഴ്സുമാരാണ് ഡിപ്ലോമ നേഴ്സുമാരാണ്. അതിനകത്ത് ഗ്യാപ്പ് ഉണ്ടായിട്ട് പോലും നമ്മൾ എടുക്കാൻ കാരണം ഷൈനിയുടെ ഈ ഒരു സാഹചര്യത്തിൻ്റെ ഇതിൽ വെച്ചാണ് നമ്മൾ ഷൈനിയെ ജോലി കൊടുത്തത്. വളരെ ഗ്ലൂമി ആയിട്ട് ആ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വന്ന ഷൈനി എന്നാൽ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചിരിച്ചു തുടങ്ങി, തമാശകൾക്ക് ചിരിക്കാൻ തുടങ്ങി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ആള് ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് വരികയായിരുന്നു. അങ്ങനെ ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് വന്ന് അത്യാവശ്യം തട്ടിമുട്ടി പോകുന്ന ഒരു സെറ്റപ്പ് ആയ സമയത്താണ് അവിടെ ഒരു ബയോഗ്യാസിന്റെ വിഷയം വരുന്നത്. ബയോഗ്യാസിന്റെ വിഷയം വന്നതിനെ തുടർന്നിട്ട് അതിന്റെ സ്മെല്ലും വേസ്റ്റ് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അത് അവർ 2 ദിവസത്തിൽ ക്ലിയർ ചെയ്യാമെന്നും ഈ സ്ഥാപനത്തിലുള്ള ഈ ഉടമ അടക്കം പറയുന്നുണ്ട്. അങ്ങനെ ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടും ആ സ്ഥാപനത്തിൽ ഷൈനിയുടെ അച്ഛൻ കേസ് കൊണ്ടു കൊടുക്കുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്നിട്ട് ഷൈനി സ്വയമേ അവിടെ നിന്ന് ജോലി രാജിവെക്കുന്നതായിട്ടാണ് കാണുന്നത്. അവസാനം ഒരു നിക്കക്കളിയും ഇല്ലാതെയാണ് ഇങ്ങനെ ഒരു കടും കൈ ചെയ്തതെന്ന് തന്നെ ഞാൻ പറയാം. ഷൈനി സ്വയം ജോലി രാജിവെക്കുന്നുണ്ട്. ആ വച്ചതിനെ പറ്റിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും ബാക്കി കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം. ഷൈനിയുടെ പപ്പായെ ഞങ്ങൾ കുര്യാക്കോസേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഈ കെയർ ഹോം തുടങ്ങിയ നാൾ മുതൽ കുര്യാക്കോസേട്ടൻ എന്തോ പുള്ളിക്ക് ഒരു എതിരാ ഈ സ്ഥാപനം പൂട്ടിക്കാണമെന്നാണ് പുള്ളി ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പം പുള്ളി അതിനെ ഇങ്ങനെ നാട്ടിൽ നീളെ പറഞ്ഞു നടക്കുമായിരുന്നു. ഈ സ്ഥാപനം തുടങ്ങിയ അന്ന് മുതൽ നമ്മളെ കുര്യാക്കോസ് അണ്ണൻ എതിർപ്പാണ്. കുര്യാക്കോസ് അണ്ണൻ ഷൈനിയുടെ അച്ഛനാണ്. ഈ വ്യക്തി ഈ സ്ഥാപനം തുടങ്ങിയ അന്ന് മുതൽ എതിർപ്പാണ്. താൻ എതിർപ്പായ ഒരു സ്ഥാപനത്തിൽ തന്റെ മകൾ ജോലിക്ക് പോയി എന്ന് പറയുമ്പോൾ തനിക്കൊരു കുറച്ചിലാണല്ലോ. ആ കുറച്ചിലാണ് കുര്യാക്കോസ് അണ്ണൻ വീണ്ടും തിന്നിട്ട് എല്ലിൻ്റെ കയറിയിട്ട് ആ സ്ഥാപനത്തിനെതിരെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. അങ്ങനെ കാണിച്ചു കൂട്ടിയതിനെ തുടർന്ന് തന്നെയാണ് ഇന്ന് ആ മകളുടെ മക്കളും ഈ ലോകത്ത് തന്നെ ഇല്ലാതെയായി. അതിന് ഒരു കാരണക്കാരൻ ഈ കുര്യാക്കോസ് എന്ന് പറയുന്ന ഷൈനിയുടെ അച്ഛൻ കൂടി തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങേരും കൂടി ഒരു കാരണക്കാരനായി മാറുകയാണ്. തന്റെ മകൾ വളരെ ഗ്ലൂമി ആയിട്ട് വന്നിട്ട് അത്യാവശ്യം ചിരിച്ചു കളിച്ച് ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ അതും ഈ സ്ഥാപനത്തിൽ വന്നതിന് ശേഷമാണ്. അതിനുശേഷം സ്വന്തം അപ്പൻ കാരണം തന്നെ മകൾ അവിടെ നിന്ന് സ്വയം രാജിവെക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. കുര്യാക്കോസ് അണ്ണന് പിന്നെ സ്വന്തം മകൾ മരിച്ചിട്ടും ഒരു സങ്കടവുമില്ല. അണ്ണന് മീഡിയയെ കണ്ട് ഞാനിനി TV വരും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നിൽക്കുന്ന, ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ഒരു നാറിയ തന്തപ്പടിയായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഈ കുര്യാക്കോസ് അണ്ണന്റെ അടുത്ത് മീഡിയക്കാര് ഷൈനിക്ക് ഈ അവസ്ഥ ഉണ്ടാക്കിയവർക്കെതിരെ പോരാടാനായിട്ടുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അണ്ണൻ പറയും നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പൊ എന്താ പറയുക, ഇതിപ്പോ ഞാനിതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് വരുമെന്ന് എനിക്ക് തന്നെ ഭയം. അതുകൊണ്ട് നിങ്ങൾ ദയവ് ഇത്രയൊക്കെ മതി. സ്വന്തം മകളുടെ മരണത്തിന് കാരണക്കാരായവരെ കുറിച്ചിട്ട് ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഇനി എന്ത് വരുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഇനിയും ജീവിക്കണം കേട്ടാ. അവള് പോയെങ്കിൽ ഇങ്ങ് പോട്ട്, അവള് പോയെങ്കിൽ നമുക്കെന്തോന്നു, നമ്മൾ ഇനി ജീവിച്ചിരിക്കുകയല്ലേ, നമുക്കിനി ജീവിക്കണ്ടേ എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് അല്ലേ. ഇതൊക്കെ ഒരു അപ്പനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീഡിയോ ചെയ്ത സമയത്തും എന്നെ 1-2 പേരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ലേഡി പറഞ്ഞ ഒരു കേസുണ്ട്. അതായത് അവരും അവരുടെ ആ ഒരു കുട്ടിക്കാലത്ത് സ്വന്തം അപ്പനും അമ്മയും നിന്നും അനുഭവിച്ചിട്ടുള്ള ക്രൂര പീഡനങ്ങൾ, പണമുണ്ടാക്കുന്ന തിടുക്കത്തിലും ഓട്ടത്തിലും പണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് മാത്രമായിരുന്നു അവരുടെ അച്ഛനും അമ്മയ്ക്കും എന്നാണ് അവരും പറയുന്നത്. അതിനിടയിൽ ഇവരെ വളർത്താനും മറന്നുപോയി. ഇവർക്ക് ക്രൂര പീഡനങ്ങളുമാണ് അവർ ഏറ്റുകൊണ്ടിരുന്നതെന്ന് എൻ്റെ അടുത്ത് ഒരു ലേഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഷൈനിയുടെ അതേ സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറമായ വേർഡ് സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ഷൈനി മാത്രമല്ല, ഈ ലോകത്ത് ഇനിയും ഒരുപാട് സ്ത്രീകളുണ്ട്. എന്നോട് സംസാരിച്ച സ്ത്രീയും ഇതേ ഒരു അനുഭവത്തിലൂടെ സ്വന്തം ഭർത്താവിൽ നിന്നും സ്വന്തം അച്ഛനും അമ്മയിൽ നിന്നും ഇത്രയും ക്രൂര പീഡനങ്ങൾ ഉണ്ടാവുകയും അതേ തുടർന്ന് അവർ സ്വയം ജീവനെടുക്കാൻ വേണ്ടി പോകുന്ന സിറ്റുവേഷൻ അവർ തിരഞ്ഞെടുക്കുകയും എന്നാൽ അതിനുശേഷം എന്തോ പിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കയറ്റിയതുപോലെ പല സാഹചര്യങ്ങളിൽ നിന്നും അവരെ തിരിച്ച് ജീവിതത്തിലോട്ട് പിടിച്ചു കയറ്റുകയും ആ സമയത്ത് സുഹൃത്ത് പോലെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതൻ പോലെ അവരെ വന്ന് രക്ഷിച്ച ഒരുപാട് പേരുണ്ടായിരുന്നെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇന്ന് അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. പക്ഷെ ഷൈനിയുടെ കേസിൽ വരികയാണെങ്കിൽ എന്റെ ജീവിതത്തിലോട്ട് പിടിച്ചു കയറ്റാൻ പോലും ഒരാളുമില്ലായിരുന്നു. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഷൈനി അധികം ആരോടും വിഷമങ്ങളൊന്നും തുറന്നു പറയുന്നതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കണം മേ ബി ഇന്ന് ഷൈനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരുപാട് പേരുണ്ട്. പക്ഷെ ജീവിച്ചിരുന്നും അത്രയും കഷ്ടത അനുഭവിച്ച സമയത്ത് ഷൈനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു മനുഷ്യനുമില്ലായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെ. സ്വന്തം കുടുംബത്തിലെ സ്വന്തം അപ്പൻ പോലും ഷൈനിക്ക് സപ്പോർട്ടല്ലായിരുന്നു. സ്വന്തം മകൾ ജോലി ചെയ്ത സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടി നോക്കുന്ന ഒരു അപ്പൻ. ഇതൊക്കെ ഒരു അപ്പനാ. ഇനി ബാക്കിയൊക്കെ അപ്പം ഒരു ദിവസം ഈ ഷൈനി ജോലി തുടങ്ങി 4 മാസമാണ് ജോലി ചെയ്തത്. 3 മാസം കഴിഞ്ഞ് 3.5 മാസമൊക്കെ ആയപ്പം ഇവിടെ ബൈ ചാൻസിൽ ബയോഗ്യാസിൻ്റെ ഇടുന്ന ആ ടാങ്ക് നിറഞ്ഞു പോയി. അത് പറ്റിയത് ഇവിടെ പ്ലാസ്റ്റിക്കും അതുപോലെ എടനയിലയും ഈ വാഴയിലയും ഒക്കെ അറിയാതെ ഈ സ്റ്റാഫ് ഇട്ട് അത് ഫെർമെൻറ്റേഷൻ നടക്കാതെ വന്നപ്പോൾ അത് നിറഞ്ഞു പോയാൽ നമുക്കത് ഈ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന പോലെ ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല.
അത് കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ്. അത് നമ്മൾ വാരി കളയാതെ പറ്റത്തില്ല. അപ്പോൾ ശരിക്കും അതിന് സ്മെല്ലുണ്ട്. വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ കുര്യാക്കോസിനോട് പറഞ്ഞു, കുര്യാക്കോസിൻ്റെ ഇങ്ങനെ അത് ടാങ്ക് നിറഞ്ഞു പോയി, അത് 1-2 ദിവസം എടുക്കും അത് ക്ലീൻ ചെയ്യാനായിട്ട്. അങ്ങനെ അത് ഞങ്ങൾ 4 പേരെ നിർത്തി 2 ദിവസം കൊണ്ട് അത് ക്ലീൻ ചെയ്ത് എൻ്റെ പുരയിടത്തിൽ കൊണ്ടുവന്ന് കുഴിയെടുത്ത് അത് മണ്ണിട്ട് മൂടുക ചെയ്തത്. അപ്പോൾ എന്നോട് പറഞ്ഞു 24 മണിക്കൂർ സമയം തരും, അതിൽ കൂടുതലാണ് ഞാൻ ഡൽഹി പോയിട്ടാണേലും ഈ പ്രസ്ഥാനം പൂട്ടിക്കുമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ഓഹോ, അത്രയ്ക്ക് മാസമാണ് നമ്മുടെ കുര്യാക്കോസ് അണ്ണൻ. 24 മണിക്കൂർ സമയം തരും, അതിനുള്ളിൽ ഇതെല്ലാം ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഞാൻ ഡൽഹിയിൽ പോയിട്ടായാലും ഇത് പൂട്ടിക്കും, ഈ സ്ഥാപനം പൂട്ടിച്ചേ ഞാൻ അടങ്ങത്തുള്ളൂ. സ്വന്തം മകളുടെ മരണത്തിന് കാരണമായിട്ടുള്ളവന്മാർക്കെതിരെ സംസാരിക്കാൻ പോലും നിങ്ങളുടെ നാക്ക് പൊങ്ങുന്നില്ല അല്ലേ? നിങ്ങളാണ് ഈ ഡയലോഗ് അടിച്ചത്. പുച്ഛം. അല്ലാണ്ട് നിങ്ങളടുത്ത് എന്താ പറയേണ്ടത്? എനിക്ക് അതാണ് അറിയേണ്ടത്. ഇങ്ങനെ ഒരു അപ്പൻ അല്ലേ, ഇങ്ങനെ ഒരു അപ്പൻ ഉണ്ടെങ്കിൽ ഏത് മക്കളാണാ ഈ ലോകത്ത്? ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും. ബാക്കി പറഞ്ഞാട്ടെ. പക്ഷേ നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. കുര്യാക്കോസിനെ നമുക്കറിയാം. നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. കുര്യാക്കോസിനെ നമുക്കറിയാം. ആ ഒരു വാക്കിലില്ലേ, കുര്യാക്കോസ് ഇങ്ങനത്തെ നാറയാണ് എന്ന് നമുക്കറിയാം എന്നുള്ളൊരു വർത്തമാനമാണ് ഈ വാക്കുകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കുര്യാക്കോസേ നല്ല കുഞ്ഞ കോസ് തന്നെ. ഷൈനിയെ സംബന്ധിച്ച് ഷൈനി പ്രത്യേകം പറഞ്ഞതാണ്, പപ്പ ഇത് ചെയ്യരുത്, കേസ് കൊടുക്കരുതെന്ന് ഷൈനി കാല് പിടിച്ച് പറഞ്ഞതാണെന്നാണ് ഷൈനി എന്നോട് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് കൊണ്ട് ഞാനും ഷൈനിയായിട്ട് സംസാരിച്ചു, എൻ്റെ വൈഫുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഷൈനി പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ റിസൈൻ ചെയ്തോളാം, എനിക്ക് IELTS പഠിച്ച് എനിക്ക് വിദേശത്ത് പോകാൻ താല്പര്യമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ IELTSും ഈ ജോലിയും കൂടെ നടക്കുകയില്ല, അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് റിസൈൻ ചെയ്യുകയാണ് ചെയ്തത്. ഇത് IELTS പഠിക്കാനോ അല്ലെങ്കിൽ വലിയ വലിയ പഠനത്തിലോട്ട് പഠിച്ചു പോയി ജോലി നേടാൻ വേണ്ടി ഷൈനി എടുത്ത ഒരു റിസൈനിങ് അല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സ്വന്തം അപ്പൻ കാരണം ആ സ്ഥാപനത്തിൽ ഷൈനി വളരെയധികം നാണക്കെടേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. എനിക്ക് തോന്നുന്ന ഒരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുര്യാക്കോസ് എന്ന വ്യക്തിക്ക് നല്ല ഈഗോ ആണ്. ഈ ഷൈനി ഇവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആൾക്ക് നല്ലപോലെ കുരുപൊട്ടലുണ്ട്. എൻ്റെ മോൾ ഇങ്ങനത്തെ കെയർ ടേക്കറിൽ ഇതുപോലത്തെ ഒരു ലുട്ടുലുടുക്ക സ്ഥാപനത്തിലാണ് ജോലി ചെയ്യണം എന്നുള്ളൊരു ഈഗോ ഈ കുര്യാക്കോസിന് ഉണ്ടാവാം. മേ ബി ആ ഒരു ഈഗോ വെച്ചിട്ടായിരിക്കും ആ സ്ഥാപനത്തിനെതിരെ പോരാടുകയും ആ സ്ഥാപനം പൂട്ടിക്കാൻ ശ്രമിക്കുകയും കുര്യാക്കോസ് ചെയ്തത്. അത് മനസ്സിലാക്കിയ ഷൈനി സ്വയമേ തന്നെ ഞാൻ ഇവിടെ നിന്ന് അങ്ങ് മാറിയേക്കാം, എനിക്കിനി വേറെ പഠിക്കാനുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ഷൈനി സ്വയമേ ആ സ്ഥാപനത്തിൽ നിന്നും വലിയുകയാണ് ചെയ്തത്. അങ്ങനെ വലിഞ്ഞതിനെ തുടർന്ന് വീണ്ടും നിക്കക്കളിയില്ലാതായി. ഒരു സ്ഥലത്ത് ജോലിക്ക് പോയപ്പോൾ മറ്റവൻ നോബിയുടെ സഹോദരൻ ബോബി പള്ളിയിലച്ഛൻ 11 ജോലി തെറിപ്പിക്കുന്നു. ഒരു സൈഡിൽ കൂടി വന്നപ്പോൾ സ്വന്തം അപ്പൻ ജോലി തെറിപ്പിക്കുന്നു. ഇനി എന്ത് ചെയ്യും? ഇനി എനിക്ക് ജീവിക്കാൻ എങ്ങനെ പറ്റും എൻ്റെ ഈ 2 കുരുന്നുകളെയും കൊണ്ട് എന്നാലോചിച്ച് ചിന്തിച്ചിട്ടായിരിക്കണം മേ ബി ഈ കടുങ്കൈയെല്ലാം ഷൈനി ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ഷൈനി അത്രയും മാനസികമായ പിരിമുറുക്കത്തിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു കടുങ്കൈ ചെയ്തത്. ഞാൻ എന്നാലും പറയും, ഷൈനി ചെയ്തത് ലോക മണ്ടത്തനവും ലോക തെറ്റുമാണ്. മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് എന്ത് ജോലി നമുക്ക് ഇവിടെ ചെയ്യാമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു ചായക്കട ഇട്ടെങ്കിലും നമുക്ക് ജീവിക്കാമായിരുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. ചെയ്തത് തെറ്റായിപ്പോയി. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമായിരുന്നു. അല്ലാണ്ട് എനിക്ക് ഷൈനി എടുത്ത് കൂടുതലൊന്നും പറയാനില്ല. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു. നിയമപരമായെങ്കിലും ഒക്കെ പോയി സഹായം തേടാമായിരുന്നു, നോക്കാമായിരുന്നു. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഷൈനി തനിക്കുണ്ടായിട്ടുള്ള അനുഭവം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നമ്മളെപ്പോലുള്ള ഓരോരുത്തരും നിങ്ങളുടെ കൂടെ ഉണ്ടായേനെ. അതുപോലും ഷൈനി ആലോചിച്ചില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. ഷൈനി ചെയ്തത് ഭയങ്കര ബുദ്ധിമോശമാണ്. പക്ഷെ അതിന് കാരണക്കാരായ സ്വന്തം അപ്പനും കെട്ടിയോന്റെ സഹോദരനായ സ്ഥിതിക്ക് എനിക്കൊന്നും പറയാനില്ലടേ. ഭയങ്കര വിഷമമുണ്ട്. സ്വന്തം അപ്പന്റെ അടുത്ത് നിന്നൊക്കെ ഇതുപോലത്തെ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് മക്കളായാലും തകർന്നു പോകും. അതുള്ള കാര്യമാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടാണേലും ഈ പിള്ളേരെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നതും പള്ളിയിൽ നിന്ന് വേദപാഠം കഴിയുമ്പം തിരിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്നതും. ഞങ്ങളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഉണ്ടാകരുതെന്ന് കുര്യാക്കോസ് ചേട്ടൻ പറയും. ഞങ്ങളുടെ വണ്ടിയെ കയറരുത്, ഞങ്ങൾ വീട്ടിൽ അല്ലെങ്കിൽ ഈ പിള്ളേർ വീട്ടിൽ വരുവും മുറ്റത്ത് കളിക്കുകയും സൈക്കിൾ ചവിട്ടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ സംഭവം കഴിഞ്ഞ പിന്നെ യാതൊരു അടുപ്പവും ഇല്ല. പിള്ളേർ ഞങ്ങളെ കാരണം അങ്ങനെ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവരുതെന്ന് അവരോട് പറഞ്ഞതുകൊണ്ടായിരിക്കാം ഞങ്ങൾ പള്ളിയിൽ നിന്ന് വേദപാഠം കഴിയുന്ന പാടെ ആ ഇടവഴി കൂടെ വിട്ടു പോകും. ഞങ്ങളുടെ വണ്ടിയെ കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുര്യാക്കോസ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങ് പറഞ്ഞേക്കാൻ, അതായത് വല്യപ്പ പറഞ്ഞിട്ടുണ്ട് വണ്ടിയെ കയറരുതെന്ന് പറഞ്ഞേക്കാൻ ഞങ്ങളോട് പറയണമെന്ന് പറയും. ഈ കുര്യാക്കോസേ ഷൈനിയുടെ അപ്പൻ ചില്ലറക്കാരനൊന്നും അല്ല കേട്ടാ. നല്ല ഒന്നാം തരം ഇളകിയ ടീമാണ്, നല്ല ഒന്നാം തരം ടീമാണ്. തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടുള്ള ടീമാണ്. അതെനിക്ക് മനസ്സിലായി. സ്വന്തം മകളെന്നുള്ളൊരു ചിന്തയെങ്കിലും ഉണ്ടായിരുന്നേ. അവർക്ക് ഈ ഒരു അവസ്ഥ വന്നതിൽ നിങ്ങൾക്കെല്ലാം പങ്കാ. നിങ്ങളൊക്കെ കൈപിടിച്ച് കയറ്റാനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവര് ഈ ഒരു കടുങ്കൈ ചെയ്യത്തില്ല.
എവിടെ അപ്പനായ പോരാ, മക്കളോട് സ്നേഹം വേണം. അതെവിടെ ആരോട് പറയാം? ഞാൻ പറഞ്ഞാൽ കൂടി ഇപ്പൊ ചില സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാ. ഞാൻ ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയതിനു ശേഷമാണ് ഇങ്ങനത്തെ അപ്പനും അമ്മയും ഒക്കെ ഉണ്ടെന്നും ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. സീരിയസ്ലി ഞാൻ പറയാം. അതിനു മുന്നേ ഞാൻ വിചാരിക്കുകയാണ് എല്ലാവരും എൻ്റെ അപ്പനും അമ്മയും പോലെ ആയിരിക്കും, അന്ന് മക്കളോട് നല്ല സ്നേഹമുള്ള അപ്പനും അമ്മയും ആയിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. സത്യം സീരിയസ്ലി പറയാം. പക്ഷെ ഞാൻ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഒരുപാട് സ്ത്രീകളും ഒരുപാട് ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. വീട്ടിലത്തെ ദുരനുഭവങ്ങളും ഇതുപോലത്തെ അവസ്ഥകളും സ്വന്തം അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഒക്കെ ഉള്ള മോശം അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതുപോലത്തെ നാറി അപ്പനും അമ്മയും ഒക്കെ ഈ ലോകത്തുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സീരിയസ്ലി പറയാമല്ലോ, സീരിയസ്ലി. അവിടുത്തെ ഒരു മെമ്പർ വ്യക്തി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്നോട് സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 10-12 വർഷത്തെ പരിചയം എല്ലാം കുറഞ്ഞുണ്ട്. കാരണം എൻ്റെ വാർഡാണ്, ഞാൻ അയൽവക്കമാണ്. ഷൈനയുടെ ഒരു പ്രകൃതി എന്ന് ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലും ആരോടും ഒന്നും സംസാരിക്കുകയോ ഒരു കാര്യം പുറത്ത് പറയുകയോ ചെയ്യുന്നില്ലായിരുന്നു. തൊട്ടടുത്തുള്ള ആളുകൾക്ക് പോലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ എന്ന് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഏറ്റവും അവസാനം ഞാൻ പോലും അറിയുന്നത് ഷൈനി അവിടെ നിന്ന് പോയതിന് ശേഷമാണ്. ഷൈനി പോയതിന് ശേഷം ഷൈനി അംഗമായിട്ടുള്ളൊരു കുടുംബശ്രീ ഗ്രൂപ്പ് അവിടെ ഉണ്ട്, 13 ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നിന്ന് ഷൈനി കുറച്ച് പൈസ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ വിളിച്ചു, ഷൈനി ഇങ്ങനെ പോയി, പേരുടെ തിരിച്ചടവ് വരുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ ഷൈനിയെ ഒരു പ്രാവശ്യം വിളിച്ചു. അപ്പോൾ ഷൈനി പറഞ്ഞ പോലെ ഈ 12 വർഷവും ഞാൻ ഈ പഞ്ചായത്ത് വന്നിട്ട് 2000 മുതൽ പഞ്ചായത്താണ്. അപ്പം എന്നെപ്പോലും ഷൈനി വിളിക്കുന്നത് ഈ പഞ്ചായത്തിൽ നിന്ന് വ്യക്തിഗത ആനുകൂല്യങ്ങൾ, വാഴവിത്തോ അല്ലെങ്കിൽ തയ്യോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ട്, അതുകൊണ്ട് മേടിച്ചുകൊണ്ട് പോകും, കൃഷി ചെയ്യും, ഫുള്ളായിട്ട് കൃഷിയും അതോടൊപ്പം തന്നെ മുട്ടക്കോഴി ഉണ്ടെങ്കിൽ അത് മേടിച്ചുകൊണ്ട് പോകും. അതുപോലെ തന്നെ ആ വീട് വൃത്തിയായിട്ട് നോക്കുന്ന ഒരാളായിട്ടാണ് ഷൈനി കാണുന്നത്. പക്ഷേ എന്നും ഞാൻ കാണുന്ന കാലം മുതൽ അല്ലെങ്കിൽ അയൽക്കാരും മുഴുവൻ അറിയാവുന്ന കാലം മുതൽ ഒരു വിഷാദം മുമ്പ് മനസ്സിലുണ്ട്, പുറത്തെ കാണുന്നുണ്ട്. പക്ഷേ ആരോടൊന്നും പറയാറില്ല. അങ്ങനെയൊക്കെ അങ്ങ് പോയി. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൽ പറഞ്ഞപ്പം ഞാൻ ഷൈനിയെ വിളിച്ചു. ഷൈനി സംഭവം ഉള്ളൂ, എന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഷൈനി എന്നോട് പറഞ്ഞു, തോമസേട്ടാണ് എന്നെ വിളിക്കുന്നത്, പ്രസിഡന്റ് വിളിക്കാറ്, തോമസേട്ടാ അത് ഞാൻ എടുത്തതാണ്, പക്ഷേ എൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അത് അവിടെയും കുടുംബശ്രീക്കാരും ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ഇവർ കുറേ മാസം അടച്ചതാണ്. അതിന് ശേഷമായി ഷൈനി പോയത്. അവർക്ക് അവിടെ മൈബിൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴൊക്കെ അതിന് വേണ്ടി എടുത്താന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ 12 പേരും സാധാരണക്കാരും കൂലി പാതോട് വന്നു, ഞാൻ പൈസ നമുക്ക് കൊടുക്കണം. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾ പൈസ കൊടുത്തോളാം, സാവകാശം വേണം, 1-2 കേസം കണ്ടിട്ടുണ്ട്, ഞങ്ങൾ പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ കൊടുത്തോളാം. അപ്പോൾ ഞാൻ ഇവരെയും പറഞ്ഞേപ്പിച്ചു, പൈസ ഗൂഗിൾ പേ ചെയ്ത് പ്രാവശ്യം ഉണ്ടാകും, ഞാൻ മതി കൊണ്ടാകുന്ന കൊടുത്താൽ മതി പറഞ്ഞു. കുടുംബശ്രീയിലെ ലോണും കാര്യങ്ങളൊക്കെ ഷൈനി എടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ പൈസ അടയ്ക്കാനുണ്ടായിരുന്നു. മൊത്തത്തിൽ ഷൈനി ആലോചിച്ചപ്പോ ഇനി ഈ ലോകത്ത് എന്തിന്, എനിക്ക് ആരും സഹായത്തിനില്ല, സ്വന്തം അപ്പനും അമ്മയും ഇല്ല എന്നൊക്കെ ചിന്തിച്ച് കാണും. മേ ബി തന്നെയാണ് ഇതിന്റെ റീസൺ ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഷൈനി മരണപ്പെട്ടതിന് ശേഷം എടുത്തോണ്ട് പോകാനും അവിടെ ഷൈനിക്ക് വേണ്ടി സംസാരിക്കാനും ഒരുപാട് ആൾക്കാരുണ്ട്, നാട്ടുകാരായാലും ബന്ധുക്കളായാലും ഒരുപാട് പേരൊക്കെ ഉണ്ട്. പക്ഷെ ജീവിച്ചിരുന്ന സമയത്ത് നീ ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലാത്തതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സീരിയസ്ലി പറയാമല്ലോ, ഒരാളും നീ ഓക്കെ ആണോടി, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്റെ സഹായം വല്ലതും വേണോ എന്ന് ചോദിക്കാൻ ഒരു മനുഷ്യനും ഷൈനിക്കില്ലായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യൻ എങ്ങനെയാണ് അല്ലേ? മരിച്ചതിന് ശേഷം എല്ലാവരും കൊടിയും പിടിച്ചിറങ്ങും, പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ സഹായിക്കാൻ ഒരു പട്ടിക്കുഞ്ഞും കാണില്ല. ജീവിച്ചിരുന്ന സമയത്ത് തോളി തട്ടിയിട്ട് ഒന്നുമില്ലടാ എനക്ക് ഓക്കെ ആവും എന്ന് പറയാൻ ഒരു വ്യക്തിയെങ്കിലും ജീവിതത്തിൽ ഒരു ഗുഡ് ഫ്രണ്ടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഷൈനിക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ കമന്റ് പുതിയൊരു വീഡിയോ കാണാം.